അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ എ സിങ്ക്രണസ് ജനറേറ്റർ സെലക്റ്റീവ് എലിമിനേഷൻ ഓഫ് ഓഡ് ഹാർമോണിക്സ് ക്യാൻ ബി ഡൺ ബൈ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഓഡ് മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഓഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3F, ഫിഫ്ത്ത് ഹാർമോണിക് 5F, സെവൻത് ഹാർമോണിക് 7F. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? ഓഡ് ഹാർമോണിക്സ് ആയിരിക്കും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ തേർഡ് ഹാർമോണിക് എന്തായിരിക്കും? 150 ഹെർട്സ് ആയിരിക്കും. ഫിഫ്ത്ത് ഹാർമോണിക്സ് 250 ഹെർട്സ് ആയിരിക്കും. സെവൻത് ഹാർമോണിക്സ് 350 ആയിരിക്കും. നയൻത്ത് 450 ആയിരിക്കും. പ്യുവർ സൈൻ വേവിൽ ഹാർമോണിക്സ് ഒന്നും കാണില്ല. ഇനി സ്ക്വയർ വേവ് ആണെങ്കിൽ ഓഡ് ഹാർമോണിക്സ് കാണും. ട്രയാങ്കുലർ വേവിലും ഓഡ് ഹാർമോണിക്സ് കാണും. ഇനി ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവിൽ ബോത്ത് ഈവൻ ആൻഡ് ഓഡ് ഹാർമോണിക്സ് കാണും. ഓഡ് ഹാർമോണിക്സ് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് ഡിസ്റ്റോർഷൻ ഇൻ വോൾട്ടേജ് ഓർ കറണ്ട് വേവ് ഫോം, പിന്നെ ഓവർ ഹീറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് മോട്ടേഴ്സ്, increased losses in power systems, malfunction of sensitive electronic equipment. ഇനി നമുക്ക് സിങ്ക്രണസ് ജനറേറ്റർ എന്താണെന്ന് നോക്കാം. സിങ്ക്രണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ AC ജനറേറ്റർ ആണ്. അതായത് മെക്കാനിക്കൽ എനർജിയെ AC ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജനറേറ്ററാണ് സിങ്ക്രണസ് ജനറേറ്റർ. സിങ്ക്രണസ് ജനറേറ്ററിന് നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടും ഓൾട്ടർനേറ്റർ. സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ജനറേറ്ററിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സിങ്ക്രണസ് ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ടാകും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മുടെ റോട്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അതുപോലെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചറാണ്. ആർമേച്ചറിലാണ് നമ്മുടെ വൈൻഡിങ് ഉള്ളത്. DC ജനറേറ്ററിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് റോട്ടർ എന്ന് പറയുന്നത് ആർമേച്ചറും സ്റ്റേറ്റർ എന്താണ്? ഫീൽഡുമാണ്. റോട്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റോട്ടർ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റാണ്. അപ്പം നമ്മൾ DC സപ്ലൈ കൊടുത്ത് അതിൽ വൈൻഡിങ് ഉണ്ട്. DC സപ്ലൈ അതിൽ കൊടുക്കുമ്പോഴാണ് അത് മാഗ്നറ്റായിട്ട് മാറുന്നത്. സിങ്ക്രണസ് ജനറേറ്റർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അപ്പോൾ അതിനെ ഈ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പ്രൈം മൂവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും കേട്ടോ. അതായത് ഈ ചിത്രത്തിൻ്റെ അകത്തിൽ അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ റോട്ടർ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ EMF ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ആകും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. റോട്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്തടുത്ത രണ്ട് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ പിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോർത്ത് സൗത്ത് കാണിച്ചേക്കുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ഒരു കോയിലിൻ്റെ രണ്ട് കോയിൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോയിൽ പിച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോയിൽ സ്പാൻ. കോയിൽ പിച്ച് എന്ന് പറയുന്നത് പോൾ പിച്ചിന് ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള കോയിലിനെ നമ്മൾ പറയുന്ന പേരാണ് ഫുൾ പിച്ച്ഡ് കോയിൽ. കോയിൽ പിച്ച് പോൾ പിച്ചിനെക്കാട്ടി കുറവാണെങ്കിൽ അങ്ങനെയുള്ള കോയിലിനെ പറയുന്ന പേരാണ് ഷോർട്ട് പിച്ച്ഡ് കോയിൽ. ഫുൾ പിച്ച്ഡ് കോയിലിൽ രണ്ട് കോയിൽ സൈഡിലും സെയിം ഫ്ലക്സ് ആണ് കട്ടാകുന്നത്. അത് കാരണം രണ്ട് സൈഡിലുണ്ടാകുന്ന ഹാർമോണിക്സും ഫുള്ളായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഹാർമോണിക്സ് ഒന്നും റിമൂവ് ആവത്തില്ല. പക്ഷേ ഷോർട്ട് പിച്ച്ഡ് കോയിലിൻ്റെ ആണെങ്കിൽ ഈ കോയിൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ ഹാർമോണിക് ഫ്ലക്സ് വേവ്സ് ക്യാൻസൽ ചെയ്തു പോകും. ഷോർട്ട് പിച്ച്ഡ് കോയിലിൽ ഫണ്ടമെന്റൽ കമ്പണന്റ് നിലനിൽക്കുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള ഹാർമോണിക്സിനെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിങ്ക്രണസ്
മെഷീനിൽ ഷോർട്ട് പിച്ച്ഡ് കോയിൽസ് നമ്മൾ ഹാർമോണിക്സ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഷോർട്ട് കോഡിംഗ് ഓഫ് വൈൻഡിങ്.